اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا. ഹിദായത്ത് അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുള്ള ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അള്ളാന്റെ കൂട്ടുകാരനാണ്. പക്ഷെ എന്നിട്ട് വാപ്പക്ക് അല്ലാഹ് എന്ത് ചെയ്തിട്ടില്ല? ഹിദായത്ത് കൊടുത്തിട്ടില്ല. നൂഹ് നബി ആദ്യത്തെ റസൂലാണ്. സ്വന്തം ഭാര്യക്ക് അല്ലാഹ് എന്ത് ചെയ്തില്ല? ഹിദായത്ത് കൊടുത്തില്ല. ലൂത്ത് നബിയുടെ ഭാര്യക്ക് അല്ലാഹ് ഹിദായത്ത് കൊടുത്തില്ല. പക്ഷെ നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യക്ക് ഹിദായത്ത് കൊടുക്കാത്ത റബ്ബ് ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരിയായി ഫിറൗന്റെ ഭാര്യക്ക് എന്ത് കൊടുത്തു? ഹിദായത്ത് കൊടുത്തു. ശ്രദ്ധേയമായ ഒരു സംഭവമാണത്. സൂറത്തു തഹ്രീമിന്റെ അവസാനത്തിൽ അല്ലാഹ് ഉപമ പറയാൻ ഉപയോഗിച്ചത് ഈ നാല് സ്ത്രീകളെ പറ്റിയാണ്. അതിൽ ആദ്യം 2 സ്ത്രീകളെ പറഞ്ഞത് ഇവിടുത്തെ സത്യനിഷേധികളായ കാഫിറുകൾക്ക് മാതൃക എന്നാ പറഞ്ഞത്. അതാരൊക്കെ? നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ. എന്നാൽ സത്യവിശ്വാസികൾക്ക് മാതൃക ആരാണ്? ഫിറൗന്റെ ഭാര്യയും മറിയം ബീവിയാണ്. അപ്പൊ അള്ളാഹു ഇങ്ങനെയാണ് ചില ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തതാണ് അബൂതാലിബിന് അള്ളാഹ് എന്ത് കൊടുത്തില്ല? ഹിദായത്ത് കൊടുത്തില്ല. പക്ഷെ അബൂജഹലിന്റെ മകൻ അള്ളാഹ് എന്ത് കൊടുത്തു? ഹിദായത്ത് കൊടുത്തു. വലീദ് ബിൻ മുഗീറയുടെ ഒരു മകൻ ഖാലിദ് ബിൻ വലീദിന് എന്ത് ചെയ്തു? ഹിദായത്ത് കൊടുത്തു. അല്ലെ, അബൂ ലഹബിന്റെ ഒരു മകന് ഹിദായത്ത് കൊടുത്തു. അപ്പൊ അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് ഇത് എന്ത് ചെയ്യുള്ളൂ? കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചവർക്ക് പോലും ഹിദായത്ത് എന്ത് ചെയ്തിട്ടില്ല? പലർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ ഇവിടെ വന്ന് ഇരിക്കുന്നത് ഹിദായത്ത് കിട്ടിയത് കൊണ്ടാണ്. നമുക്ക് ഈ ഭൂമിയുടെ മുകളിൽ ആകാശത്തിന്റെ താഴെ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്താണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇസ്ലാമിനെ മുറുകെ പിടിക്കാൻ കഴിയുക. അതല്ലെങ്കിൽ നമുക്ക് ഇസ്ലാമിനെ പലപ്പോഴും മുറുകെ പിടിക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ ആദ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളത്. കോടിക്കണക്കിന് മനുഷ്യരിൽ അള്ളാഹു എന്നെ മുസ്ലിമായി തെരഞ്ഞെടുത്തു എന്നുള്ളത് വലിയൊരു തൗഫീഖാണ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം എടുത്തുകൊണ്ട് കാണിച്ച ആ ഒരു കാര്യത്തിൽ പറയുന്നത്, ഹിദായത്ത് എന്ന് പറയുന്ന നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വെള്ളി വെളിച്ചമായിക്കൊണ്ട് ഈമാനിൻ്റെ മാധുര്യം അത് നുകരുവാനുള്ളൊരു ഭാഗ്യമായിക്കൊണ്ട് ഹിദായത്ത് ലഭിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എന്താണ് ഹിദായത്ത്? ആർക്കാണ് ഹിദായത്ത് ലഭിക്കുക എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ഒരാൾക്കും ഹിദായത്ത് കൊടുക്കുവാനുള്ള കഴിവോ പവറോ ഇല്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും അത് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അബൂ താലിബിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് ആ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഹിദായത്ത് എന്നുള്ളത് അത് നമുക്ക് അള്ളാഹിൻ്റെ ഔദാര്യമായിക്കൊണ്ട് അനുഗ്രഹമായിക്കൊണ്ട് ലഭിക്കേണ്ടതുണ്ട്. ലഭിച്ചു കഴിഞ്ഞാൽ അത് മുറുകെ പിടിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുക, മനസ്സിലാക്കുക. അള്ളാഹു സത്യമായിട്ട് മനസ്സിലാക്കിയതനുസരിച്ച് ജീവിക്കുന്ന ഒരു ഉമ്മത്തിൽ നമ്മളെ പെടുത്തട്ടെ. എന്താണ് ഹിദായത്ത് എന്നുള്ള ആ ഒരു വിശദീകരിച്ചുകൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ഇവിടെ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക, ഹിദായത്തിനായിട്ട് പ്രാർത്ഥിക്കുക. ഹിദായത്ത് ലഭിച്ചവർ അത് നിലനിർത്തുവാൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ പരമാവധി അനുധാവനം ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കുക എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വീഡിയോയിൽ അല്ലാഹ് തന്ന ഏറ്റവും വലിയ ഭാഗ്യം, പണം കൊടുത്താലും പദവി ഉണ്ടായാലും കിട്ടാത്ത ഭാഗ്യം, ലോകത്ത് പ്രവാചകന്മാരെ മുഴുവനും പഠിപ്പിച്ച തൗഹീദിന്റെ മാർഗം, യഥാർത്ഥ ദീനുൽ ഇസ്ലാമിന്റെ വഴിത്താര, ആ ഹിദായത്ത് ലഭിക്കാൻ ആവശ്യമായ പ്രാർത്ഥനയും കൂടെ പ്രവർത്തനവും വേണ്ടത് നമ്മിലുണ്ടാകേണ്ടത്. ഏത് സെക്കൻഡും പഴപ്പിക്കപ്പെടാം. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദുല്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പഴക്കുന്നതിൽ നിന്നും പഴപ്പിക്കുന്നതിൽ നിന്നും, ദീനിന്റെ മേഖലയിൽ നിന്ന് അടി തെറ്റുന്നതിൽ നിന്നും അടി തെറ്റിക്കപ്പെടുന്നതിൽ നിന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പോലും പ്രാർത്ഥിച്ചു പോയി. ആ പ്രാർത്ഥനയാണ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു രചിച്ച ഒരു പദ്യം. യുദ്ധത്തിന്റെ വേളയിലോ മറ്റോ അള്ളാഹിന്റെ തിരുദൂതര് പാടിയത്. നമ്മൾ പൊതുവെ പ്രഭാഷണങ്ങളുടെയൊക്കെ തുടക്കത്തില് ഇന്ന് ഞാൻ പോലും പറഞ്ഞു പോയത് എന്താ? اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا. അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് സന്മാർഗം ലഭിക്കുമായിരുന്നില്ല. അല്ലാഹുവേ, ഞങ്ങൾ ദാനധർമ്മങ്ങൾ നൽകുകയും നമസ്കരിക്കുകയോ ഞങ്ങൾ ദാനധർമ്മങ്ങൾ നൽകുകയോ നമസ്കരിക്കുകയോ ചെയ്യുമായിരുന്നില്ല. നീ എന്ത് തന്നില്ലായിരുന്നുവെങ്കിൽ, ഞങ്ങളെ ഹിദായത്തിലേക്ക് വഴി നയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ. ഇന്ന് ഇശാ നിസ്കാരത്തിന് നമ്മൾ പോയത് എന്തുകൊണ്ടാ?
അള്ളാഹ് നമ്മളെ ഹിദായത്തിലാക്കിയത് കൊണ്ടാണ്. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്, വല്ലാത്തൊരു പ്രാർത്ഥന. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇത് തുടക്കത്തിൽ പ്രാർത്ഥിക്കണം. പഠിച്ചോൻ തന്ന തൗഫീഖ് കൊണ്ട്, അള്ളാഹ് തന്ന ഹിദായ, അള്ളാഹ് തന്ന ഏറ്റവും വലിയ മാർഗം. നോക്കണേ നിങ്ങള്, എല്ലാ സൽക്കർമ്മങ്ങളും, ഏതേത് സൽക്കർമ്മങ്ങളും ഏതേത് ഗുണങ്ങളും നമ്മിലുണ്ടാക്കുന്നത് ഈ ഹിദായത്ത് ലഭിച്ചതിലൂടെ മാത്രമാ. അതാണ് സ്വർഗത്തിലെത്തിയ വിശ്വാസികളുടെ വാചകം. സ്വർഗത്തിലേക്ക് എത്തിയ വിശ്വാസികളുടെ വാചകം നമ്മളെ പഠിപ്പിച്ചു പോണത് 7-ാമത്തെ അധ്യായം സൂറത്ത് അറാഫിന്റെ 42, 43 വാചകങ്ങൾ ശ്രദ്ധിക്കണേ. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വസ്അഹാ ഉലൈക അസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നതി ഹും ഫീഹാ ഖാലിദൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ ഒരാൾക്കും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ നാം ബാധ്യത ഏൽപ്പിക്കുന്നില്ല. അള്ളാഹു അതിന്റെ ഇടയിൽ പറയാ, അവരാണ് സ്വർഗത്തിന്റെ അവകാശികൾ, അവരാ സ്വർഗത്തിലെ നിത്യവാസികളായിരിക്കും. അവിടെ അള്ളാഹു നിർത്തിയില്ല. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗുല്ലിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ. അവരുടെ മനസ്സുകളിലുള്ള ഉൾപ്പകയെല്ലാം നാം നീക്കിക്കളയുന്നതാണ്. അല്ലാഹു ഖുർആനിലൂടെ പറയാ, അവരുടെ താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും. വഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അവര് പറയുകയും ചെയ്യും, ഞങ്ങളെ ഇതിലേക്ക് നയിച്ച അള്ളാഹുവിന് സ്തുതി. അള്ളാഹു ഞങ്ങളെ നേർവഴിയിലേക്ക് നയിച്ചിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നേർവഴി പ്രാപിക്കുമായിരുന്നില്ല. എന്നിട്ട് അവര് പറഞ്ഞു പോണ വാക്കെന്തറിയോ? ലഖദ് ജാഅത് റസൂലു റബ്ബിനാ ബിൽ ഹഖ്. ഞങ്ങളുടെ റബ്ബിന്റെ ദൂതന്മാര് തീർച്ചയായും സത്യവും കൊണ്ടാണ് വന്നത്. വനൂദൂ അൻ തിൽകുമുൽ ജന്നത്തു ഊരിസ്തുമൂഹാ ബിമാ കുൻതും അവര് പറയാ, അവരോട് വിളിച്ചു പറയപ്പെടും, ഞങ്ങളുടെ ദൂതന്മാർ, ഞങ്ങളുടെ റബ്ബിന്റെ ദൂതന്മാര് തീർച്ചയായും സത്യവും കൊണ്ടാണ് വന്നത്. അവരോട് വിളിച്ച് പറയപ്പെടുകയും ചെയ്യും സ്വർഗത്തിന്റെ വാസികളോട്, അതാ സ്വർഗം നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായി നിങ്ങളതിന്റെ അവകാശികളാക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ അടിയാന്മാരുടെ മുന്നിലേക്ക് അങ്ങ് ഓതി കേൾപ്പിക്കുകയാ. ഈ ഒരു നേർവഴിയിലേക്കുള്ള ഹിദായത്തിന്റെ മാർഗത്തിലേക്ക്, ഈ ഒരു സ്വർഗത്തിന്റെ പാതയിലേക്കാണ് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര് മുഴുവനും ക്ഷണിച്ചുപോയത്.